ഹലോ ഗായ്സ്, ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവർക്കും ലീവായിരിക്കും അല്ലേ. എൻ്റെ ഓഫീസും ഇന്ന് ലീവാണ്. അപ്പോൾ ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു, എൻ്റെ വീടിൻ്റെ മുകളിൽ റൂമുണ്ട്. അത് നമ്മുടെ അലങ്കോല സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ളൊരു റൂമാണ്. പക്ഷെ ആ റൂം എനിക്ക് എന്താ പറയുക, ഒരു അടിപൊളിയാക്കണം എന്നോ ഉണ്ട്. പക്ഷേ പൈസ ഇല്ല ഗൈസ്. അപ്പം എന്തായാലും ക്ലീനാക്കാൻ വിചാരിച്ചു. എന്തായാലും ലീവല്ലേ, അപ്പം ക്ലീനാക്കാം. എന്താണ് സംഭവങ്ങൾ, ഒരുപാട് സാധനങ്ങളുണ്ടോ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടയ്ക്കാമെന്നുണ്ട്. ഇവിടെ ടൈൽസ് ഇട്ടിട്ടില്ല, പക്ഷെ സീറ്റ് ഇട്ടതാണ്. താഴത്തതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, പക്ഷെ മുകളിലൊന്നും അടിപൊളിയാക്കിയിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ക്ലീനാക്കാം. ഇതാണ് സംഭവം. പക്ഷെ എനിക്കിങ്ങനെ കിടക്കുന്നത് തീരെ ഇഷ്ടമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് നന്നാക്കാനുള്ള ടൈം കിട്ടാറില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് അലർജിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എനിക്ക് പൊടി തട്ടിയില്ല, അപ്പം അലർജി ആയി. എൻ്റെ മൂക്ക് ചൊറിയും, കണ്ണ് ചൊറിയും, തൊണ്ട ചൊറിയും, അങ്ങനെ പ്രശ്നങ്ങളാണ് ഗൈസ്. അപ്പം എന്താണ്, മാസ്ക് ഇടുന്നില്ല, ഈ ഷോൾ വെച്ചിട്ട് ഒന്ന് കെട്ടിയിട്ട് ക്ലീനാക്കാം. ഇന്ന് വേറെ കുറച്ച് പ്ലാനുകളുണ്ട്, പക്ഷെ നടക്കും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. കൊറോണയുടെ തൊട്ട് മുമ്പാണ് ഇപ്പച്ചി റൂം ഉണ്ടാക്കിയത്, മുകളിലേക്ക് എടുത്തത്. ആദ്യം കുറേ കാലം അപ്സ്റ്റെയറിലായിരുന്നു. അപ്പം അപ്സ്റ്റെയർ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കൊറോണ ആയി. അങ്ങനെ 1.5 വർഷത്തോളം ഇപ്പച്ചിക്ക് ഇല്ലേനു. അല്ലെങ്കിൽ ഇതൊക്കെ നല്ല അടിപൊളിയാക്കിനു. അങ്ങനെ കർട്ടനൊക്കെ വെച്ച്, കട്ടിലൊക്കെ വെച്ച്, ടൈൽസൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിനു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ റൂമിക്ക് ഭയങ്കര ഇഷ്ടം, വലിയ റൂമത്. നമ്മളിങ്ങനെ ഹിന്ദി സീരിയലിലൊക്കെ കാണില്ലേ, അതുപോലൊക്കെ. അപ്പം ഇൻഷാ അല്ലാഹ് പൈസ ഒക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെയൊക്കെ ആക്കണം. സോറി, എത്തിയിട്ട് പോലും തുമ്മല് വരുന്നു. ഈ അലർജി പ്രശ്നമുള്ളവർക്കാണ് അതിൻ്റെ ഒരു മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും സമ്മതിയായി. ഇതുകൊണ്ടാണ് ഞാൻ പൊടി തട്ടാൻ പോവാത്തത്. മൂക്ക് ചൊറിയും, തുമ്മും. ഈ അലർജി പ്രശ്നമുള്ളവർക്കുള്ള മെയിൻ ഇഷ്യൂ ഇതാണ്.